എന്താണ് ഇതിലെ തർക്കം? ഇവരുടെ തർക്കം എന്താണ്? അതായത് കൊടുത്തതിലുള്ള പ്രശ്നമാണോ? ഞാൻ പറഞ്ഞു സീറ്റിന് അർഹനാണോ? ഷിയാസിന് വേണ്ടി ഇ.ഡി. സതീശൻ ശബ്ദം ഉയർത്തി, അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചു. എന്താ തെറ്റ്? എന്താ തെറ്റതിനകത്ത്? ദീപ്തി മേരി വർഗീസ് ഇത്രയും കാലം ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളാണ്. ദീപ്തി മേരി വർഗീസിന്റെ ഒരു സീറ്റിന് വേണ്ടി ഇപ്പൊ കെ.സി. വേണുഗോപാലിന്റെ ശുപാർശ ഉണ്ടെന്ന് വിചാരിക്കുക. എന്താ തെറ്റ്? ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വമാണ് നമ്മുടെ ചർച്ചയെങ്കിൽ ഈ രണ്ടുപേരുടെ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞു തുടങ്ങി അതൊന്നുമല്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് എൽദോസ് കുന്നപ്പള്ളിയുടെ നേരത്തെയുള്ള അയോഗ്യത ഈ കേസ് എടുത്ത് പറഞ്ഞത് ധാർമ്മികത ഉയർത്തിയാണെങ്കിൽ അത് അങ്ങനെ അല്ലെന്നും വി.ഡി. സതീശന്റെ നോമിനിയായ ഷിയാസിനും കെ.സി. വേണുഗോപാലിന്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസിനും കൊച്ചിയിൽ സീറ്റ് ഉറപ്പിക്കാൻ ബലി കൊടുക്കേണ്ട ഒരു സീറ്റ് എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് പാവം പിടിച്ചവനാണ്. പാവം പിടിച്ചവൻ ആ സീറ്റാണ് എന്ന് മാറ്റിയതാണ്. ആ മണ്ഡലത്തിൽ എൽദോസ് കഷ്ടപ്പെട്ടു. ഒരു കവിത എഴുതി കൊഞ്ചലാണിപ്പോഴും എന്ന ഒരു കവിത എഴുതിയ മഹാൻ. ഞാൻ പറഞ്ഞു എൽദോസ് മണ്ഡലം നോക്കിയ എം എൽ എ ആണ്. അക്കാര്യം തർക്കം. എൽദോസ് മണ്ഡലം നോക്കിയ എം എൽ എ ആണ്. എൽദോസിനെ ഫീൽഡ് ചെയ്ത ജയസാദുള്ള എം എൽ എ ആണ്. ഒരു മുട്ടാപ്പൊക്കനകത്തുണ്ട് ധാർമ്മികതയാണെങ്കിൽ എല്ലാ ധാർമ്മികത പറയാനുള്ള യോഗ്യത സ്ത്രീപക്ഷ ധാർമ്മികത പറയാൻ ആർക്കും അവകാശമില്ല. ഒരു പാർട്ടിക്കും ഇല്ല അവകാശം. എണ്ണി പറയാൻ സാമ്പിൾ വിട്ടകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.